ഇതുവരെ നാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ അത്ഭുതമുണവാക്കുന്ന സംഗതികളായിരുന്നു വിവരിച്ചിരുന്നത്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, സൗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വിവരണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വന്നാലോ. ശിപായി ലഹള എന്ന് കേട്ടിരിക്കുമല്ലോ. 1857 നടന്ന അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ചരിത്ര സ്മാരകമാണ് ഇന്നത്തെ വിഷയം. ലക്നൌവിലെ റെസിഡൻസി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് റെസിഡൻസി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര സ്മാരകമാണ്. ഇതിന്റെ നിർമ്മാണം അവധ് നവാബായിരുന്ന ആസഫ് ഉദ് ദൗല 1780 ആരംഭിച്ചു. എന്നാൽ പൂർത്തിയാക്കിയത് 1800 നവാബ് സഅദ് അലി ഖാനാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും റെസിഡന്റ് ജനറലിൻ്റെയും ഔദ്യോഗിക വസതിയായി ഇത് ഉപയോഗിച്ചിരുന്നു. റെസിഡന്റ് ജനറൽ എന്നാൽ നവാബിൻ്റെ ദർബാറിലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. ഇതിൻ്റെ സ്ഥാനം ഗോമതി നദീതീരത്ത് ലക്നൗ നഗരമധ്യത്തിൽ ഹസ്രത്ത് ഗഞ്ചിന് സമീപം കൈസർബാഗ് പ്രദേശത്താണ്. 1857 ചരിത്ര പ്രധാന സംഭവങ്ങളെപ്പറ്റി നമുക്ക് വിവരിക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൗ റെസിഡൻസി ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. വിപ്ലവകാരികൾ റെസിഡൻസ് ഉപരോധിച്ചപ്പോൾ ഏകദേശം 3000 ബ്രിട്ടീഷ് പട്ടാളക്കാരും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവിടെ അഭയം തേടി. 87 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിൽ റെസിഡൻസി കനത്ത ആക്രമണത്തിന് ഇരയായി. ബോംബാക്രമണത്തിലും വെടിവെപ്പിലും പല കെട്ടിടങ്ങളും തകർന്നു. ഇന്നും വെടിവെച്ചതിൻ്റെ പാടുകൾ കാണാം. ആയിരക്കണക്കിന് ആളുകൾ ഈ യുദ്ധത്തിൽ മരണമടഞ്ഞു. റെസിഡൻസി പരിസരത്തുള്ള കബറിടത്തിൽ ഏകദേശം 2000 ബ്രിട്ടീഷ് സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും കബറുകളുണ്ട്. ഇന്ന് അതൊരു സംരക്ഷിത സ്മാരകമാണ്. ഇന്ത്യൻ പുരാതന സംരക്ഷണ വകുപ്പായ ASI സംരക്ഷിക്കുന്ന ഒരു ദേശീയ സ്മാരകമാണ് റെസിഡൻസി. യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾ അന്നത്തെ അവസ്ഥയിൽ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ബേഗം കോട്ടി, ബാക്കറ്റ് ഹാൾ, ഡോക്ടർ ഫെയറുടെ വീട്, ട്രഷറി തുടങ്ങിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം. റെസിഡൻസി പരിസരത്ത് 1887 സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഒരു മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. സന്ദർശന സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സാഹസികമായ അധ്യായങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച ഈ ചരിത്ര സ്മാരകം ഇന്ന് ലക്നൌവിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1857 ഉപരോധത്തിൽ റെസിഡൻസിക്ക് വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചു. അന്ന് കനത്ത ആക്രമണങ്ങൾ നടന്നു. വലിയ വെടിയുണ്ടകൾ കൊണ്ടുണ്ടായ കുഴികൾ ചുവരുകളിൽ കാണാം. വാതിലുകൾ, ജനലുകൾ, മേൽക്കൂരകൾ, മാളികൾ എന്നിവയ്ക്ക് വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചു. കെട്ടിടങ്ങളുടെ ഭംഗി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ട്രഷറി ഭാഗം തകർന്നു. അവിടം ആയുധശാലയെ ഉപയോഗിച്ചിരുന്നു. ബേഗം കോട്ടി നാമാവശേഷമായി. പ്രധാന റെസിഡൻസി കെട്ടിടം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ബാക്കറ്റ് ഹാളിന് കേടുപാട് സംഭവിച്ചു. സ്കൂൾ, പോസ്റ്റ് ഓഫീസ്, ജയിൽ, വീടുകൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം ശേഷിച്ചു. ഉദ്യാനങ്ങളും പാർക്കുകളും നശിച്ചു. യുദ്ധത്തിന് ശേഷം ജനറൽ ക്യാപ്ബെൽ വിപ്ലവകാരികൾ തടഞ്ഞെങ്കിലും വൻ നാശമുണ്ടായി. 1857 ജൂൺ 30 മുതൽ നവംബർ 17 വരെ നീണ്ട ദീർഘകാല ഉപരോധമായിരുന്നു അത്. നിരന്തരമായ വെടിവെപ്പായിരുന്നു നടന്നത്. വെടിയുണ്ടകൾ കെട്ടിടങ്ങൾക്ക് വൻതോതിൽ കേടുപാടുകൾ വരുത്തി. യുദ്ധത്തിന് ശേഷം റെസിഡൻസി പുനർനിർമ്മിക്കാതെ അതേ അവസ്ഥയിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് അവശിഷ്ടങ്ങൾ 1857 ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ASI സംരക്ഷിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമാണിത്. അതിന് നിയമപരമായ ബാധകമായ സംരക്ഷണം നൽകുന്നു. 1958 പുരാതന സ്മാരകങ്ങളും പുരാവസ്തു സ്ഥലങ്ങളും അവശിഷ്ടങ്ങളും സംരക്ഷിക്കുന്ന നിയമം MASR ആക്ട് 1958 പ്രകാരം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു. 100 മീറ്റർ അകലം വരെ നിരോധിത മേഖലയും കൂടാതെ നിയന്ത്രിത മേഖലയും പ്രഖ്യാപിക്കുവാൻ അവർക്ക് അധികാരമുണ്ട്. കെട്ടിടങ്ങളെ അതേ രൂപത്തിൽ സംരക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കും. വഴികാട്ടുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉദ്യാനങ്ങളും പരിസരങ്ങളും സംരക്ഷിക്കുന്നു. ചരിത്രപരമായ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. ഫോട്ടോകളും രേഖകളും ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. പ്രവേശനായി ടിക്കറ്റ് ഉണ്ട്. കൂടാതെ വൈകുന്നേരം 6:30 മുതൽ 7:30 ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ആയതിന് പ്രത്യേകം ടിക്കറ്റ് ഉണ്ട്. ഷോയുടെ സമയം 45 മിനിറ്റാണ്. 1857 വിപ്ലവത്തിൻ്റെ കഥ അവതരിപ്പിക്കുകയാണ് അവിടെ. ഈ സ്ഥലം കൈസർബാഗ് ലക്നൌവിലാണ്.
ഈ റെസിഡൻസിക്ക് പുറമെ ലക്നൌവിൽ സന്ദർശിക്കേണ്ടതായ വേറെ ചരിത്ര സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ബഡ ഇമാംബാഡ, ബൃഹത് ഇമാംബാഡ. 1784 നവാബ് ആസഫ് ഉദ് ദൗല നിർമ്മിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച്. കൂടാതെ ദുലഫിയ എന്ന ചുറ്റുപാട് സന്ദർശിക്കുവാൻ ടിക്കറ്റ് ഉണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ നമുക്ക് അവിടെ കയറാം. മറ്റൊന്നാണ് റൂമി ദർവാഡ. അത് 1784 നവാബ് ആസഫ് ഉദ് ദൗലത്തിന് നിർമ്മിച്ചു. 60 അടി ഉയരമുള്ള കവാടം ലക്നൌവിൻ്റെ കവാടവും പ്രതീകവുമാണ്. 24 മണിക്കൂർ തുറന്നിട്ടിരിക്കുകയാണ്. പ്രവേശന സൗജന്യമാണ്. അതേപോലെ മറ്റൊരു ചരിത്ര സ്ഥലമാണ് ഛോട്ട ഇമാംബാദ. ഹുസൈനാബാദ് ഇമാംബാദ എന്നും അറിയപ്പെടുന്നു. 1832 മുഹമ്മദ് അലി ഷാ നിർമ്മിച്ചു. ഇത് പ്രകാശത്തിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നു. ഇൻഡോ ഇസ്ലാമിക് പേർഷ്യൻ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചതാണിത്. ടിക്കറ്റ് ഉണ്ട്. സന്ദർശന സമയം 6 AM to 5 PM. മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് ഹുസൈനാബാദ് ക്ലോക്ക് ടവർ അല്ലെങ്കിൽ സത്ഖണ്ഡ. 1881 നിർമ്മിക്കും. 229 അടി ഉയരമുള്ള ഇത് ലണ്ടനിലെ ബിഗ് ബേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഷാനജ ഇമാംബാദ അവധിലെ 5ാമത്തെ നവാബ് ഗാസി ഉഡ് ദിൻ ഹൈദറിൻ്റെ ശവകുടീരമാണ്. ലക്നൌവിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത്. മറ്റൊന്ന് സഅദത്ത് അലിഖാന്റെ ശവകുടീരമാണ്. ഇവിടുത്തെ പ്രത്യേകത ഇരട്ട മക്ബറകൾ, പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനങ്ങളൊക്കെ ആകർഷണ കേന്ദ്രമാണ്. മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. അതേപോലെ കോൺസ്റ്റാന്റിയ ഹൗസ് ആകർഷണ കേന്ദ്രമാണ്. 1885 ഫ്രഞ്ച് ജനറൽ ക്ലോസ് മാർട്ടൻ നിർമ്മിച്ചു. മാർട്ടന്റെ കബറിടം ഇത് ബ്രിട്ടീഷ് വാസ്തുവിദ്യ നിർമ്മിച്ചതാണ്. മറ്റൊരു ആകർഷണമാണ് ഹീദ് സ്മാരകം അഥവാ രക്തസാക്ഷി സ്മാരകം. 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ മരണമടഞ്ഞ അജ്ഞാതരായ ആയിരക്കണക്കിന് ഭാരതീയരുടെ സ്മരണാർത്ഥം ആണ് നിർമ്മിച്ചത്. ഇത് മുഖരീം നഗർ കൈസർബാഗിലാണ്. ഇത് വെള്ള മാർബിളിൽ നിർമ്മിച്ച സ്തംഭമാണ്. മറ്റൊരു ആകർഷണ കേന്ദ്രം ഗോമതി നഗറിലുള്ള ഡോക്ടർ ബാബ സാഹബ് അംബേദ്കർ മെമ്മോറിയൽ പാർക്കാണ്. 107 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്മാരകം രാജസ്ഥാനിലെ ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ടിക്കറ്റ് ഉണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 9 മണി വരെ സന്ദർശന സമയമാണ്. ഹസ്തർഗഞ്ച് മാർക്കറ്റ് ബ്രിട്ടീഷ് കാലത്തെ വാണിജ്യ കേന്ദ്രമാണ്. ചരിത്രപരമായ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഇന്നും അത് സജീവമാണ്. ബസാദുമാംബാസയിലെ ദുലഫിയ ഏറ്റവും അത്ഭുതകരമായ വാസ്തുവിദ്യാ പ്രതിഭാസങ്ങളിലൊന്നാണ്. ഇമാംബാദയുടെ മുകളിൽ നിലയിലേക്കും പോകുന്ന വഴിയിലുള്ള 1000-ലധികം ചെറുപാതകളുടെയും ഇടനാഴികളുടെ ഒരു സങ്കീർണ ശൃംഖലയാണിത്. പ്രവേശനത്തിനായി 1000-ലധികം വഴികളുണ്ടെങ്കിലും പുറത്തേക്ക് വരാൻ 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഇരുമ്പ് കല്ല് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വലിയ ഹാൾ അവിടെയുണ്ട്. നിർമ്മാണ സാമഗ്രികൾ ഉഴുന്ന് പരിപ്പ്, കരിങ്കൽ പൊടി, മാട, ബെൽ പഴത്തിൻ്റെ ഗൂഢ, ശർക്കര, കളിമണ്ണ്, ചുണ്ണാമ്പൊക്കെയാണ്. ചുവരുകൾക്ക് 20 അടി ഘനമുണ്ട്. ചുവരുകൾക്കിടയിലൂടെയാണ് ഇടനാടികൾ കടന്നു പോകുന്നത്. ചുവരുകൾക്കിടയിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നുണ്ട്. 84 പടവുകൾ കടന്ന് മുകളിലെത്താം. ഈ പടവുകൾ അജ്ഞാതരെ പരിഭ്രമിപ്പിക്കും. 1784 1791 വരെ ദുരിതകാലത്ത് നവാബ് ആസഫ് ഉദ്ദൗല ജനങ്ങൾക്ക് തൊഴിൽ നൽകാനാണ് ഈ നിർമ്മിതി ആരംഭിച്ചത്. മുഗൾ ഗോതിക് രാജപുത്ര വാസ്തുവിദ്യകളുടെ സങ്കലനമാണിത്. ഇവിടെ ശബ്ദം പ്രതിഫലിക്കുന്നത് അത്ഭുതകരമാണ്. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ശബ്ദം പലതവണ പ്രതിഫലിക്കുന്നു. ധാരാളം പ്രതിഫലനങ്ങൾ ഒരേ സമയം മറ്റൊലിയായി മാറുന്നു. ഇവിടെ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് കേൾക്കാൻ കഴിയും. ഇവിടെ ജലസംഭരണത്തിനായി പടിവെള്ള കിണർ അഥവാ ഷാഹി ബാവോലികളുണ്ട്. ഇതിന് 5 നിലകളുണ്ട്. മുകളിലെ 2 നിലകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണാം. താഴെയുള്ള 3 നിലകൾ വെള്ളത്തിനടിയിലാണ്. ഇത് ഗോമതി നദിയുമായി ബന്ധിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മുകളിലെ 2 നിലകൾ മാത്രമേ സന്ദർശിക്കുവാൻ കഴിയൂ. അവിടുത്തെ ജലത്തിൻ്റെ സ്രോതസ് ഗോമതി നദിയാണെന്ന് വിശ്വസിക്കുന്നു. ലക്നൌവിലെ നവാബ് ചരിത്രവും ബ്രിട്ടീഷ് ഘട്ടവും 1957 ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1ാം സ്വാതന്ത്ര്യ സമര വിവരങ്ങളും ഒക്കെ അറിയാൻ ഈ സ്ഥലങ്ങൾ സഹായിക്കുന്നത് അനുഭവമായ അനുഭവമായിരിക്കും. പുരാവസ്തുക്കളുടെ പഴക്കം കാർബൺ ഡേറ്റിംഗ് വഴിയാണ് നിശ്ചയിക്കുന്നത്. ഇവയൊക്കെ ചരിത്ര പഠനത്തിനും പുരാതന സംസ്കാരത്തെ കുറിച്ചുള്ള ധാരണയ്ക്കും വിലപ്പെട്ട തെളിവുകൾ നൽകുന്നു. മറ്റൊരു ആകർഷണ വിഷയവുമായി എത്തും വരെ നന്ദി.